ഒരാൾ അല്ലാഹുവുമായിട്ട് ഏറ്റവും കൂടുതൽ അടുക്കുന്നത് എപ്പോഴാണ്? പരിശുദ്ധമായ കരിമ്പടം പുറച്ച കറുത്ത സുന്ദരിയായ കഅബാലയത്തിന്റെ കരിങ്കൽ ഭിത്തിയെ കണ്ണും കൽബും കൊണ്ട് നേരിടുമ്പോഴാണോ അല്ലാഹുവുമായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ അടുക്കുന്നതല്ല. പാവപ്പെട്ടവന്റെ വിശപ്പ് മാറ്റുമ്പോഴാണോ? പരിശുദ്ധമായ നോമ്പ് പിടിക്കുമ്പോഴാണോ? എപ്പോഴാണ് നമ്മൾ അല്ലാഹുവുമായിട്ട് കൂടുതൽ അടുക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ഭൂമി ലോകത്ത് അല്ലാഹുവുമായിട്ട് അടുക്കാൻ അല്ലാഹു വെച്ച ഒരേ ഒരു നടപടി ഏതാണെന്നറിയോ? ആരുടെ മുന്നിലും കുനിക്കാത്ത ശിരസ്, അന്തസ്സിന്റെ ആഭിജാത്യത്തിന്റെ ശിരസ് നടന്നു പോകുന്ന നിലത്ത് വെച്ചിട്ട് അവന്റെ പൃഷ്ഠഭാഗത്തെ ഉയർത്തി വെച്ചിട്ട് ആ തലയേക്കാൾ അവന്റെ പൃഷ്ഠഭാഗത്തെ ഉയർത്തി വെച്ചിട്ട് അവനെ പറയുന്നൊരു വാക്കുണ്ടല്ലോ, സുബ്ഹാന റബ്ബിയൽ അഅ്ലാ, സുബ്ഹാന റബ്ബിയൽ അഅ്ലാ, സുബ്ഹാന റബ്ബിയൽ അഅ്ലാ. അത്യുന്നതനായ അല്ലാഹ്, നിനക്കാണ് സർവസ്തോത്രം, നിനക്കാണ് ഏറ്റവും വലിയ പരിശുദ്ധി, നീയാണ് ഏറ്റവും വലിയ പരിശുദ്ധനെന്ന് പറയുന്നത്. ആ സുജൂദിൽ കിടക്കുമ്പോഴല്ലേ ആലോചിച്ചു നോക്കണേ, ആ സുജൂദ് കേവലം ഒരു സുജൂദ് മാത്രമാണോ? നെറ്റി നിലത്ത് വെക്കുന്നത് മാത്രമാണോ? ചിന്തിച്ചു നോക്കണേ, ക്ലോസറ്റ്, ബാത്റൂമിന്റെ ക്ലോസറ്റ് പോലും സ്വർണം കൊണ്ട് നിർമ്മിച്ച, കുതിരക്കൂട്ടങ്ങളെ മുഴുവനും AC ഉള്ള റൂമുകളിൽ താമസിപ്പിച്ച ബ്രൂണൈ സുൽത്താൻ അയാൾ സുജൂദ് ചെയ്യുമ്പോൾ സൗദി ഭരണാധികാരിയായ മുഹമ്മദ് സൽമാൻ രാജാവ് അദ്ദേഹം എങ്ങനെയാണോ സുജൂദ് ചെയ്യുന്നത്, ആ സുജൂദ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ മകനും കിരീടാവകാശിയും ഇന്ന് സൗദി അറേബ്യ ഭരിക്കുന്ന മുഹമ്മദ് ബിൻ സൽമാൻ സുജൂദ് ചെയ്താൽ കേരളത്തിലെ ഏറ്റവും വലിയ സമ്പന്നനായ ബഹുമാനപ്പെട്ട യൂസുഫ് അലി സാഹിബ് നിസ്കരിച്ചാൽ എത്ര വലിയ അധികാരത്തിന്റെ ഹുങ്ക് കൊണ്ട്, എത്ര വലിയ അധികാരത്തിന്റെ പദവി ഉപയോഗിച്ചുകൊണ്ട്, ഏത് വലിയ ഇന്ദ്രപ്രസ്ഥത്തിൽ വിരാജിക്കുന്നവർ സുജൂദ് ചെയ്താൽ, എത്ര വലിയ കോടീശ്വരന്മാര് സുജൂദ് ചെയ്താൽ ആ സുജൂദിനൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ? 1 വയസ്സും 8 മാസത്തിലും 9 മാസത്തിലും ഞാനും നിങ്ങളും എങ്ങനായിരുന്നു വീട്ടിനകത്ത് കഴിഞ്ഞത്? നമ്മൾ മുട്ടിലിഴഞ്ഞിട്ടല്ലേ നടന്നത്? നമ്മൾ മുട്ടിലിഴഞ്ഞല്ലേ നടന്നത്? ലോകം ഭരിച്ചവരും ലോകം ഭരിക്കുന്നവരും ഭരിക്കാനിരിക്കുന്നവരും സമ്പന്നരും അധികാരികളും എല്ലാ കുബേരന്മാരും എല്ലാ സമ്പന്നന്മാരും എങ്ങനെയാണോ ചെറിയ പ്രായത്തിൽ നടന്നത്, അവരെല്ലാം നടന്നത് മുട്ടിലിഴഞ്ഞായിരുന്നില്ലേ? ആ മുട്ടിലിഴയുന്ന സമ്പ്രദായം അല്ലാഹു നമുക്ക് വേണ്ടി വെച്ചല്ലോ. എത്ര വലിയ സമ്പന്നനാ, കോടാന കോടാന കോടിയുടെ സ്വത്തിന്റെ ഉടമയാ. പക്ഷേ അവന് കുളത്തൂപ്പുഴ പള്ളിയിൽ വന്നാൽ അവന് കുഞ്ഞുങ്ങളെ പോലെ മുട്ടിലിഴഞ്ഞ് കിടക്കുകയാ. ഒരുത്തന്റെ മുമ്പിലും അവന്റെ തല കുണിച്ചിട്ടില്ല, അവൻ ഇന്നേ വരെ തല ഒന്ന് കുമ്പിട്ടിട്ടില്ല. പക്ഷേ അള്ളാന്റെ മുമ്പിലെത്തിയപ്പോൾ അവന്റെ വൃത്തികെട്ട അവയവമായ പൃഷ്ഠഭാഗത്തെ ഉയർത്തി വെച്ചിട്ട് അവന്റെ അന്തസ്സിന്റെയും ഇസ്സത്തിന്റെയും അടയാളമായ തല അത് നിലത്തേക്ക് ചേർത്ത് വെച്ചിട്ട് ആ മനുഷ്യൻ പറയുന്നു, റബ്ബേ നിനക്കാണ് പരിശുദ്ധി എന്ന്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്താണ്? അഖറബു മാ യകൂനുൽ അബ്ദു മിൻ റബ്ബിഹി വഹുവ സാജിദു. ഒരു മനുഷ്യൻ, ഒരു അടിമ ഉടമയായ അള്ളാഹുവിനോട് ഏറ്റവും കൂടുതൽ അടുക്കുന്നത് സുജൂദിലാണ്. ആ അടുപ്പ് നമുക്ക് വേണ്ടേ? ആ അടുപ്പ് നമുക്ക് വേണ്ടേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. മരിക്കാൻ നേരത്ത് നിസ്കാരത്തിന്റെ ചിന്ത. സൈനബുൽ ഗസാലി, നമ്മൾക്ക് അവരോട് ആദർശപരമായിട്ട് വിയോജിപ്പുണ്ട്. സൈനബുൽ ഗസാലി ജമാൽ അബ്ദുൽ നാസർ എന്ന ക്രൂര ഭരണാധികാരിക്കെതിരെ ശക്തമായ നിലപാടെടുത്തപ്പോൾ സൈനബുൽ ഗസാലിയെ ജയിലിലടച്ചു. സൈനബുൽ ഗസാലിയെ ജയിലിലടച്ചപ്പോൾ ആ സൈനബുൽ ഗസാലിയുടെ ജയിൽ അനുഭവങ്ങൾ എന്ന് പറയുന്ന കൃതിയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. സൈനബുൽ ഗസാലി എന്ന നിങ്ങളെ പോലെ ചോരയും നീരുമുള്ള ഒരു വനിത ജമാൽ അബ്ദുൽ നാസറിന്റെ പട്ടാളത്തിനെതിരെ ശക്തമായി നിലകൊണ്ടപ്പോൾ അവർക്ക് സമ്മാനിച്ചത് കാരാഗ്രഹമായിരുന്നു. ആ കാരാഗ്രഹത്തിന്റെ അകത്തളങ്ങളിൽ വളരെ ക്രൂരമായിട്ട് പീഡനങ്ങൾ ഏറ്റുവാങ്ങി. സൈനബുൽ ഗസാലിയെ എങ്ങനെയാണ് പീഡിപ്പിച്ചതെന്നറിയോ? ദിവസങ്ങളോളം ആഴ്ചകളോളം പട്ടിണിക്കിട്ട പരിശീലിപ്പിക്കപ്പെട്ട നായ, ആ നായയെ എത്രയോ ആഴ്ചകളോളം ഒന്നും കൊടുക്കാതെ പട്ടിണിക്കിട്ടു. എന്നിട്ട് ആ നായയെ സൈനബുൽ ഗസാലി കിടക്കുന്ന ആ സെല്ലിലേക്ക് തുറന്നു വിട്ടു. ആലോചിച്ചു നോക്കിയ പിന്നെ വല്ലതും കേൾക്കണോ? പിന്നത്തെ കഥ വല്ലതും പറയണോ? പരിശീലിപ്പിക്കപ്പെട്ട നായ ആഴ്ചകളോളം പട്ടിണിക്കിട്ടു. വിശക്കുന്ന അവസ്ഥയിൽ ആ നായയെ സൈനബുൽ ഗസാലി കിടക്കുന്ന സെല്ലിലേക്ക് തുറന്നു വിട്ടു. സൈനബുൽ
ഗസാലിയെ കടിച്ച് കീറി, ഓർമ്മ നശിച്ചു, ശരീരം മുഴുവനും മാന്തി പറിച്ചു, വസ്ത്രം വലിച്ചു കീറി. നായ അവസാനം മരിച്ചെന്ന് കരുതിയിട്ട് ആ നായ സെല്ലിൽ നിന്ന് ഇറങ്ങിപ്പോയി. നിങ്ങൾ ആലോചിക്കണം, ഗോണ്ടനാമയിലും അതുപോലെ തന്നെ അബൂ ഖുറൈബ് തടവറകളിൽ ഇന്നും അത് പയറ്റ് തെളിയുന്നുണ്ട്, ഇന്നും അത് പയറ്റുന്നുണ്ട്. പരിശീലിപ്പിക്കപ്പെട്ട നായ്ക്കളെ കൊണ്ടുവന്ന് പാവപ്പെട്ട ഫലസ്തീനിയായ ഒരു ഉമ്മയെ കടിച്ചു കീറുന്ന രംഗം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ടവരാണ്. ആലോചിച്ചു നോക്കൂ, സൈനബുൽ ഗസാലിക്ക് എപ്പോഴോ ബോധം വീണു. സൈനബുൽ ഗസാലിയുടെ ജയിലനുഭവം എന്ന് പറയുന്ന കൃതിയിൽ അവർ പറയുന്നു, പെട്ടെന്ന് ബോധം വീണു. നോക്കുമ്പോ ശരീരം മുഴുവനും ചോര ഒലിച്ചുകൊണ്ടിരിക്കുന്നു, വസ്ത്രമെല്ലാം കീറിപ്പറിച്ചു. ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യാ? നമ്മുടെ കയ്യിലൊരു മുള്ളുകൊണ്ടു, നമ്മുടെ നടുവിന് എന്തെങ്കിലും ഒരു തേയ്മാനം വന്നു, കാൽമുട്ടിന് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാ നമ്മൾ പറയും നിസ്കരിക്കാൻ വലിയ ബുദ്ധിമുട്ടാ. സൈനബുൽ ഗസാലി ബോധം വീണപ്പോ സൈനബുൽ ഗസാലി ചെയ്തത്, നമസ്കരിക്കാൻ ഒതുവെടുക്കാൻ വെള്ളമില്ല. സൈനബുൽ ഗസാലി ചെയ്തത് ആ സെല്ലിന്റെ ചുമരിൽ കൈകൊണ്ട് അടിച്ച് തയമ്മും ചെയ്തിട്ട് അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കുകയാ. ഞാൻ ആവർത്തിച്ചു പറയുന്നു, സൈനബുൽ ഗസാലിയുടെ ആദർശത്തോട് നമുക്ക് വിയോജിപ്പുള്ളപ്പോഴും ആ സൈനബുൽ ഗസാലി അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് വേണ്ടിയിട്ട് നമസ്കാരം എന്ന് പറയുന്ന അള്ളാഹുവിനോടുള്ള അടുപ്പത്തെ സൂചിപ്പിക്കുന്ന പ്രക്രിയ അവരുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പരീക്ഷണ ഘട്ടത്തിൽ അവർ മറന്നില്ല. ഖുബൈബ് ബിൻ അബിയുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിനെ തൻഈം എന്ന് പറയുന്ന പ്രദേശത്തെ മസ്ജിദ് ആയിഷ എന്ന് പറയുന്ന ഉംറയ്ക്ക് പോയവർക്കറിയാം, ആയിഷ പള്ളി എന്ന് പറയുന്ന പള്ളിയുടെ സമീപത്ത് കൊണ്ടുവന്ന് അവസാനം എന്താണ് നിന്റെ ആഗ്രഹമെന്ന് ചോദിച്ചപ്പോ എനിക്ക് നിസ്കരിക്കണം 2 റക്അത്ത് എന്ന് പറഞ്ഞ് കൈകെട്ടി നിസ്കാരം നിർവഹിക്കുമ്പോ കോഴി കൊത്തുന്നത് പോലെ നമസ്കാരത്തിന്റെ അടക്കവും അനക്കവും ഒക്കെ കൃത്യമായി പാലിക്കുന്നു. പക്ഷേ പെട്ടെന്ന് നിസ്കാരത്തിൽ നിന്ന് പുറത്തേക്ക് വന്നു. ഖുബൈബ് ബിൻ അദി റളിയല്ലാഹു തആല നിസ്കാരം പെട്ടെന്ന് ചുരുക്കിയിട്ട് ശത്രുക്കളോട് എഴുന്നേറ്റ് നിന്ന് മക്കക്കാരോട്, സവർണ ഫാസിസ്റ്റുകളോട്, അന്നത്തെ മക്കയിലെ ഫാസിസത്തോട് മഹാനായ ആ ഖുബൈബ് റളിയല്ലാഹു അൻഹു തൻഈമിൽ വെച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ വലിയ സൂറത്ത് ഓതിയിട്ട് ദീർഘനേരം എടുത്ത് നിസ്കരിക്കണമെന്ന് ആഗ്രഹമുണ്ട്, എന്റെ അവസാനത്തെ നിസ്കാരമാണ്. പക്ഷേ ഞാൻ അങ്ങനെ നിസ്കാരം നിർവഹിക്കുമ്പോ നിങ്ങൾ കരുതും ഇവൻ പേടിച്ചിട്ട് സലാം വീട്ടാത്തതാണ് എന്ന്. ഒരുത്തന്റെ മുമ്പിലും ഞാൻ എന്റെ തല കുനിക്കില്ല, അതുകൊണ്ട് എന്റെ റബ്ബ് പരിഹരിച്ചോളും. ഞാൻ പെട്ടെന്ന് സലാം വീട്ടിയതാ, കൊല്ലാനുണ്ടെങ്കിൽ പെട്ടെന്ന് കൊന്നോടാ എന്ന് പറഞ്ഞ തൻഈമിന്റെ പുത്രൻ സയ്യിദുനാ ഖുബൈബ് ബിൻ അദിയുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു. ചിന്തിച്ചു നോക്ക്, ഇതാണ് അവരുടെ നിസ്കാരത്തിന്റെ അവസ്ഥ. നമ്മുടെ പള്ളികൾ നോക്കിയേ. ഇന്നലെ ഞാൻ പ്രസംഗിച്ചത് ഒരു പള്ളി ഉദ്ഘാടനം ചെയ്ത ഒരു സദസ്സിലാണ്. പള്ളി ഉദ്ഘാടനം ചെയ്തു. അവിടെ ഞാൻ അവിടെയും പറഞ്ഞു, നമ്മുടെയൊക്കെ പള്ളികൾ മനോഹരമാണ്. എന്തെല്ലാം മോഡൽ പള്ളികൾ, വളരെ മനോഹരമായ പള്ളികൾ, എത്ര ആള് വന്നാലും ഉൾക്കൊള്ളാൻ പറ്റുന്ന പള്ളികളായി അല്ലേ? പള്ളികൾ ധാരാളമുണ്ട്. പക്ഷേ ആ പള്ളികളുടെ അവസ്ഥ കോവിഡ് വന്നതിന് ശേഷം നിങ്ങൾ കോവിഡ് സമയത്ത് ഒളിച്ച് 4 പേര് നിസ്കരിച്ചില്ലേ, അതുപോലെ അങ്ങ് നിസ്കരിച്ചാൽ മതി, ഞങ്ങൾക്ക് സൗകര്യം ഇല്ല എന്ന് പറയുന്ന ന്യൂ ജനറേഷനാണ് ഇപ്പോ. ജുമയ്ക്ക് നിങ്ങൾ നോക്കണം, തറവാടിത്തവും പാരമ്പര്യവും അവകാശപ്പെടുന്ന മുസ്ലിം സ്ട്രീറ്റുകളിൽ പല മഹല്ലത്തുകളിലും ജുമഅ നടക്കുമ്പോ കമ്പോളങ്ങളിലും ജനങ്ങൾ തിങ്ങിക്കൂടി നിൽക്കുന്നു. പള്ളിയിൽ അവർക്ക് പോകാൻ മനസ്സില്ല. കാരണം എന്താണ്? അവർക്കുള്ള ഭയം മാറി, നിസ്കരിക്കണമെന്നുള്ള ചിന്ത മാറി. ആ ഒരു സമൂഹമാണ് നമ്മൾ. പള്ളിക്ക് ഇപ്പോഴും പെയിന്റ് അടിക്കൊരു കുറവുമില്ല. പള്ളിയിൽ ഇമാമിനെ മാറ്റുന്നതിലും മോദിനെ നിയമിക്കുന്നതിലും കുറവൊന്നുമില്ല. പക്ഷെ ആളുകൾ പള്ളി കയറുന്നില്ല. ഏതുപോലെ എന്നറിയോ? ഞാൻ ഇന്നലെ പറഞ്ഞു, ഞാൻ ഓർത്തപ്പോ ഒന്ന് പറയാണ്, 75,000 രൂപ ലോൺ എടുത്തിട്ട് ഭാര്യ ഒരു മനോഹരമായ പശുവിനെ വേണമെന്ന് ആഗ്രഹിച്ചു. ഭർത്താവ് പറഞ്ഞു, എങ്ങനെ ഒപ്പിക്കാനാ, ലോണ് കിട്ടും. അങ്ങനെ ലോണ് കിട്ടുന്നിടത്തൊക്കെ പോയി ഒരു ലോൺ എടുത്തിട്ട് ഒരു പശുവിനെ വാങ്ങി വീട്ടിൽ കൊണ്ടുവന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം പശുവിനെ കൊണ്ട് നമുക്ക് ആകെ ഒരു നേട്ടം മാത്രമേ ഉള്ളൂ, ആ പശു നമുക്ക് പാല് തരും അല്ലേ? അല്ലാതെ എന്തെങ്കിലും ഗുണമുണ്ടോ? പശു ഇറച്ചിയാണെന്ന് പറഞ്ഞാൽ നമ്മൾ തിന്നുക പോലും ഇല്ല. അങ്ങനെ ആ പശുവിനെ കൊണ്ടുവന്നു. 75,000 രൂപ ലോൺ അടച്ചു തീർക്കണം, അതുകൊണ്ട് പാല് വിൽക്കണം. തലേ ദിവസം തന്നെ എല്ലാ വീടുകളിലും കടകളിലും ചെന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ഒരു പശുവിനെ വാങ്ങിയിട്ടുണ്ട്, നിങ്ങൾക്ക് എത്ര ലിറ്റർ പാല് വേണം, നിങ്ങൾക്ക് എത്ര ഗ്ലാസ് പാല് വേണം ചോദിച്ചു. ഒരു
പരുവത്തിനൊക്കെ ഒപ്പിച്ചു, കടമൊക്കെ ഒന്ന് തീർക്കാൻ പറ്റുമെന്നുള്ള മട്ടായി. അങ്ങനെ ഭാര്യയും ഭർത്താവും തഹജ്ജുദിന് എഴുന്നേറ്റു. തഹജ്ജുദൊക്കെ നിസ്കരിച്ച് സുബഹിക്ക് ബാങ്ക് കേട്ടാൽ ഉടൻ തന്നെ നിസ്കരിച്ചിട്ട് പാലെടുത്തും എത്തിക്കണം. അതുകൊണ്ട് തന്നെ തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞിട്ട് ഭാര്യയും ഭർത്താവും വലിയ പാത്രം എടുത്തിട്ട് പശുവിന്റെ അകിടിന്റെ ചുവട്ടിൽ വന്നിട്ട് കറക്കാൻ ശ്രമിക്കുമ്പോ ആ അകിടിൽ നിന്ന് പാല് വരുന്നില്ല എങ്കിൽ ആ പശു കൊണ്ട് എന്ത് ഗുണമാവുള്ളത്? 75,000 പോയാ എന്തെങ്കിലും ഗുണമുണ്ടോ പശുവിനെ കൊണ്ട്? ഇതിന് തീറ്റ കൊടുത്തത് വെറുതെ ആയെന്നല്ലേ നമ്മൾ പറയും. എന്നാൽ നേരം വെളുത്ത ആ പശുവിനെ ഇങ്ങനെ മുറ്റത്തിറങ്ങി നോക്കിക്കൊണ്ട് നിൽക്കുമ്പോ എന്ത് രസമാണ്! മനോഹരമായ പശു, നല്ല കാണാൻ മൊഞ്ചുള്ള പശു, നല്ല അകിട്, പക്ഷെ പാല് ചുരത്തുന്നില്ല. അതുകൊണ്ട് എന്ത് ഗുണമാണ്? എന്റെ നാട് പനവൂരാണ്. ബഹുമാനപ്പെട്ട താജുദ്ദീൻ ഉസ്താദിന് ഏറെ ബന്ധമുള്ള നാട്, അഷ്റഫ് ഉസ്താദിന് ഏറെ ബന്ധമുള്ള നാട്, ബഹുമാനപ്പെട്ട ഷരീഫ് ഉസ്താദ് അടക്കമുള്ള സലീം മന്നാൻ ഇരിപ്പുണ്ട് പുനലൂര്. അദ്ദേഹം അടക്കം ഞങ്ങളെ നാട്ടിൽ പഠിച്ചവരാണ്. എന്റെ നാട്ടിൽ നിന്ന് ഒരുപാട് പേര് ഇവിടെ കല്യാണം കഴിച്ച് ഇവിടെ താമസിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് പലരെയും അങ്ങോട്ട് കെട്ടിച്ചിട്ടുണ്ട്, അവിടെ നിന്ന് ഒരുപാട് പേര് ഇങ്ങോട്ട് കെട്ടിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് ബന്ധമുള്ളതാണ് പനവൂരും കുളത്തൂപ്പുഴയും. ഞങ്ങളുടെ പള്ളിയുടെ ഉദ്ഘാടനത്തിന് ആദരണീയനായ തഴവ മുഹമ്മദ് കുഞ്ഞ് മൗലവി ഉസ്താദ് അവറുകൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രസംഗിക്കുമ്പോ അദ്ദേഹം ഞങ്ങളെ നാടിനെ പറ്റി എഴുതിയ ഒരു വരിയുണ്ട്. ആ വരിയിൽ പറയുന്നത്, ഈ പശുവിനെ, ഈ പാലില്ലാത്ത പശുവിനെ നിസ്കാരമില്ലാത്ത പള്ളിയോട് ഉപമിച്ചുകൊണ്ടാണ്. നിസ്കാരമില്ലാത്ത പള്ളിയോട് ഉപമിച്ചുകൊണ്ടാണ്. മനോഹരമാണ് പള്ളി, എന്ത് രസമാ മിഹ്റാബ്, മിമ്പർ. പുറത്തുനിന്ന് നോക്കിയ പള്ളി ദുബായിലെ പള്ളിയാന്ന് തോന്നും. അകത്ത് കയറിയ ബഖൂറിന്റെ മണം. ചില പള്ളികളിൽ കയറിയ മൂക്കുകുത്തി ഇറങ്ങി ഓടിപ്പോകും. കക്കൂസിന്റെ അടുത്താണ്, ഹൗലിന്റെ അടുത്താണ് ഈ കാർപ്പറ്റ് ഇട്ടിരിക്കുന്നത്. ദുർഗന്ധം കാരണം പള്ളി കയറാൻ തോന്നില്ല. ചില പള്ളികളൊക്കെ ഇത് ഉള്ളതുപോലെ പറയണ സഹോദരങ്ങളെ, എന്തിനാ കമ്മിറ്റിക്കാരെ വെച്ചിരിക്കുന്നേ? ചില പള്ളികളിൽ നിസ്കരിക്കാൻ വഴിയിലൊക്കെ നമ്മൾ ഇറങ്ങുമ്പോ അവിടെയൊക്കെ ഈ ഷോളൊക്കെ എടുത്തിട്ട് നിസ്കരിക്കേണ്ടി വരും. കാരണം എന്താണ്? മൂക്കും കൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റൂല. ചില പള്ളികളിൽ കയറി ഇരുന്നാൽ ഒരു പേജ് ഓതാൻ തീരുമാനിച്ചവൻ 10 പേജ് ഓതിയിട്ട് ഇറങ്ങുള്ളൂ. കാരണം എന്താ? നല്ല മനോഹരമാണ് പള്ളി മനോഹരമാക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ആ പള്ളിയുടെ അകത്തളങ്ങൾ, പള്ളിയുടെ പുറമോടി ഒക്കെ മനോഹരമാണ്. പക്ഷെ നിസ്കരിക്കാൻ ഒരാളുമില്ല. ഏതുപോലെ വെറും പ്രൗഢിയിൽ മാത്രം ഫലം എന്തുണ്ട്? പാലില്ല പശുവിന് കാഴ്ചയെ രസമുണ്ട്. ചില പള്ളികൾ കാഴ്ചയ്ക്ക് കൗതുകമുള്ളതാ, ജുമയ്ക്ക് പോലും പ്രാവ് നിസ്കരിക്കേണ്ടതാ. ജുമാക്ക് പോലും പ്രാവ് വേണം നിസ്കരിക്കാൻ, ആളില്ല. അത് നമ്മുടെ പള്ളികളായ പോരല്ലോ. നമസ്കാരത്തെ പറ്റി അല്ലാഹ് പറഞ്ഞത് അഖീമുസ്സലാ, നിസ്കാരം നിലനിർത്തണമെന്നാണ്. എന്റെ വിഷയം പ്രിയപ്പെട്ടവരെ, ഖുർആനിൽ അല്ലാഹു നിലനിർത്തണമെന്ന് പറഞ്ഞ 4 കാര്യങ്ങളാണ്. ഒന്നാമത്തേത് പറഞ്ഞു ദീനിനെ മുറുകെ പിടിക്കലാണ്. രണ്ടാമത്തേത് പറഞ്ഞു നിസ്കാരത്തെ നിലനിർത്തലാണ്, മുറുകെ പിടിക്കലാണ്. പ്രിയപ്പെട്ടവരെ, മഹാനായ ഹാത്തമുൽ അസം റളിയല്ലാഹു തആല അൻഹു ബൽഖ എന്ന് പറയുന്ന നാട്ടിലെ മഹാനായ ഹാത്തമുൽ അസം റളിയല്ലാഹു അൻഹു ഒരു ദിവസം പള്ളിയിലെത്തിയപ്പോൾ ജമാഅത്ത് അങ്ങ് കഴിഞ്ഞുപോയി. മഹാനവറുകൾ പൊട്ടിക്കരയാൻ തുടങ്ങി. പള്ളിയുടെ വാതിൽക്കലിരുന്ന് തലയിൽ മണ്ണ് വാരിയിട്ട് ബൽഖയിലെ പള്ളിയുടെ മുറ്റത്തിരുന്ന് ഹാത്തമുൽ അസം റളിയല്ലാഹു അൻഹു കരയാൻ തുടങ്ങി. എന്തുകൊണ്ടെന്നറിയോ? പടച്ചോനെ, എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു വലിയ നഷ്ടം സംഭവിച്ചല്ലോ. ആളുകൾ ചോദിച്ചു എന്താ? അദ്ദേഹം പറഞ്ഞു, എന്റെ ജമാഅത്ത് നഷ്ടപ്പെട്ടു പോയി. ആലോചിക്കണേ, ഇത് ചരിത്രം വഴല് പറയാൻ മാത്രമുള്ളതല്ല, വഴല് കേൾക്കാൻ മാത്രമുള്ളതല്ല, വഴല് പറയിപ്പിക്കാനും മാത്രമുള്ളതല്ല, ചരിത്രം വായിച്ച് രസിക്കാൻ മാത്രമുള്ളതല്ല. ചരിത്രങ്ങൾ സൃഷ്ടിക്കപ്പെടാനാണ്, ചരിത്രങ്ങൾ സൃഷ്ടിക്കപ്പെടാനാ വഴല് വെക്കേണ്ടത്. അതുകൊണ്ട് ചരിത്രങ്ങൾ സൃഷ്ടിക്കപ്പെടട്ടെ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ ഇന്നലകളിൽ നമുക്ക് വേണ്ടി ഒരുപാട് ഉപദേശങ്ങൾ സമ്മാനിച്ചു പോയ സയ്യിദു സാഹിദീൻ എന്നറിയപ്പെടുന്ന
ഹാത്തമുൽ അസം റളിയല്ലാഹു അൻഹു ബൽഖയിലെ പള്ളിയിൽ നിന്ന് കരയുന്നത് കണ്ടപ്പോ രണ്ട് സഹോദരങ്ങളും ഒന്ന് ആശ്വസിപ്പിക്കുകയാ. അവര് പറഞ്ഞത്, നിങ്ങൾ വിഷമിക്കേണ്ട, പ്രയാസപ്പെടേണ്ട, വേദനിക്കേണ്ട, കരയണ്ട. കാരണം നിങ്ങൾ കൃത്യമായി ഇതുവരെയും നിസ്കരിച്ചവരാണല്ലോ. ഇപ്പൊ ഒരു ജമാഅത്ത് അങ്ങ് നഷ്ടപ്പെട്ടതല്ലേ ഉള്ളൂ, പ്രയാസപ്പെടല്ലേ, അല്ല മാപ്പാക്കുമെന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചപ്പോ ഹാത്തമുൽ അസം റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്കുണ്ട്, ഈ ബൽഖയിലെ മുഴുവൻ ജനങ്ങളും എന്റെ മകൻ മരിച്ചുപോയെന്നറിഞ്ഞാൽ വീട്ടിലെത്തിയിട്ട് വാപ്പയായ എന്നെ സന്തോഷിപ്പിക്കുമല്ലോ, എന്നോട് വലിയ ഉപദേശങ്ങൾ തന്നിട്ട് എന്നെ ആശ്വസിപ്പിക്കുമല്ലോ. പക്ഷേ എന്റെ ഒരു ജമാഅത്ത് നഷ്ടപ്പെട്ടപ്പോ ഒരാളും എന്നെ ആശ്വസിപ്പിക്കുന്നില്ലല്ലോ, ഒരാളും എന്നെ ആശ്വസിപ്പിക്കാൻ വരുന്നില്ലല്ലോ. ജനങ്ങൾക്ക് അത്രയേ ഈ നിസ്കാരത്തെ പറ്റി ചിന്തയുള്ളൂ. എന്റെ മകനെങ്ങാനും പെട്ടെന്ന് മരിച്ചുപോയാ ഈ ബൽഖയിലെ മുഴുവൻ ആളുകളും വന്നിട്ട് എന്നെ ഗുണദോഷിക്കുകയോ, എന്നെ ഒരുപാട് സന്തോഷിപ്പിക്കുകയോ, എന്നെ ആശ്വസിപ്പിക്കുകയോ, എന്നെ സന്തോഷത്തോടെ ഇരിക്കണമെന്ന് പറയുകയും ഒക്കെ ചെയ്യുമല്ലോ. പക്ഷേ എന്റെ നിസ്കാരം ഒന്ന് ജമാഅത്ത് നഷ്ടപ്പെട്ടപ്പോ ഒരാളും എന്നെ ആശ്വസിപ്പിക്കാതെ ഇറങ്ങിപ്പോകുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് ഹാത്തമുൽ അസം റളിയല്ലാഹു അൻഹു വിലപിച്ചെങ്കിൽ അല്ലാഹു ഖുർആനിലൂടെ പറയുന്നു, അഖീമുസ്സലാ, നിങ്ങൾ നിസ്കാരം നിലനിർത്തണം. ചുരുക്കി പറയട്ടെ, ഇനി ആകെ എനിക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ളത് 20 മിനിറ്റ് ആണ്. ഞാൻ ചുരുക്കി പറയാം, 10 മിനിറ്റ് വെച്ച് 2 എണ്ണം കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിച്ചോളാം. പ്രിയപ്പെട്ടവരെ, മൂന്നാമത് അള്ളാന്റെ വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്, ഒന്ന് ദീനിനെ മുറുകെ പിടിക്കണം, അഖീമുദ്ദീൻ. 2 നിസ്കാരം നിലനിർത്തണം, അഖീമുസ്സലാ. ഇനി മൂന്നാമത് അല്ലാഹു അഖീമു എന്ന് പറഞ്ഞിട്ട് പരിചയപ്പെടുത്തിയത് ഏതെന്നറിയോ? എന്റെ മുമ്പിലുള്ള കച്ചവടക്കാര് കൊളത്തൂപ്പുഴയൊക്കെ കച്ചവടത്തിന്റെ പേര് കേട്ട സ്ഥലങ്ങളാണ്. വലിയ വലിയ കച്ചവട പാരമ്പര്യമുള്ളവരാണ്. നെടുമങ്ങാടും കൊളത്തൂപ്പുഴയും ഒക്കെ ഒരുപാട് കച്ചവടത്തിന്റെ ഒക്കെ ഒരു വലിയ പ്രദേശമാണ്. അതുകൊണ്ട് മുഴുവൻ കച്ചവടക്കാരും കേട്ടോളി, അള്ളാഹുവിന്റെ ഖുർആൻ മൂന്നാമതായി പരിചയപ്പെടുത്തിയ കച്ചവടക്കാരുടെ ഭാര്യമാരും കേട്ടോളി. മൂന്നാമതായിട്ട് ഖുർആന് പരിചയപ്പെടുത്തുന്ന അഖീമു എന്ന് പറഞ്ഞത്, സഹോദരങ്ങളെ, സൂറത്തുർ റഹ്മാനിൽ അല്ലാഹു പറഞ്ഞു, എന്താണെന്നറിയോ? വഅഖീമുൽ വസ്ന ബിൽ ഖിസ്ത് വലാ തുഖ്സിറുൽ മീസാൻ. അല്ല ദീനിന്റെ കാര്യം പറഞ്ഞ വാക്ക്, അല്ല നിസ്കാരത്തിന്റെ കാര്യം പറഞ്ഞ വാക്ക്, അതേ വാക്ക് കൊണ്ട് തന്നെ അല്ല പരിചയപ്പെടുത്തുന്നു, നിങ്ങൾ അളവിലും തൂക്കത്തിലും കുറവ് വരുത്തരുത്, അളവിലും തൂക്കത്തിലും കുറവ് വരുത്തരുത്. ജനങ്ങളുടെ ശൈലി എന്താണെന്നറിയോ? ഇങ്ങോട്ട് തൂക്കിയെടുത്തിട്ട് പൈസ അങ്ങോട്ട് കൊടുക്കുന്ന ചില സംഗതികളുണ്ട്. ഇപ്പോ കുരുമുളക്, അല്ലെങ്കിൽ റബ്ബർ ഷീറ്റ്, അതുപോലുള്ള സാധനങ്ങളുണ്ടല്ലോ. നമ്മൾ അങ്ങോട്ട് സാധനങ്ങൾ കൊടുത്തിട്ട് പൈസ ഇങ്ങോട്ട് കിട്ടുന്നത്, അത് അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, അല്ലദീന ഇദക്താലു അലന്നാസി യസ്തൗഫൂൻ. കൃത്യമായി അവര് തൂക്കി അളന്നെടുക്കും. ഒരു പോയിന്റ് അവർ കുറയ്ക്കില്ല. ഫാൻ വേണമെങ്കിൽ ഓഫ് ആക്കിയിട്ട് കാറ്റ് കൊണ്ടെങ്ങാനും ഭാരം തൂങ്ങിയാലോ എന്ന് പേടിച്ചിട്ട് ഫാൻ വേണമെങ്കിൽ പോലും ഓഫ് ആക്കും. പക്ഷേ അങ്ങോട്ട് തൂക്കി ഇങ്ങോട്ട് പൈസ വാങ്ങുന്ന സമ്പ്രദായം വരുമ്പോ, പഞ്ചസാര, അരി, മരിച്ചീനി, അങ്ങനെ അങ്ങോട്ട് ചരക്ക് കൊടുത്തിട്ട് പൈസ ഇങ്ങോട്ട് കിട്ടുന്ന കാര്യങ്ങൾ യുഖ്സിറൂൻ, അവർ വീഴ്ച വരുത്തുന്നവരാണ് എന്ന് വിശുദ്ധ ഖുർആൻ. ശരിയല്ലേ? മദീനയില് അള്ളാന്റെ ഹബീബ് എത്തുമ്പോ അബൂ ജുഹൈന എന്ന് പേരുള്ള ഒരു കച്ചവടക്കാരൻ ഉണ്ടായിരുന്നു. മൂപ്പരുടെ കടയിൽ 2 തുലാസ് കണ്ടു. നബിതങ്ങൾ ചോദിച്ചു, എന്താ അബൂ ജുഹൈന 2 തുലാസ്, ഒന്ന് പഴയതും ഒന്ന് പുതിയതുമാണോ? അദ്ദേഹം പറഞ്ഞു, അല്ല നബിയേ, ഇത് 2 എന്റെ കടയിൽ പുതിയതാ. ഇത് ഇങ്ങോട്ട് തൂക്കിയെടുക്കാൻ, ഇത് അങ്ങോട്ട് തൂക്കി കൊടുക്കാൻ. ഒന്ന് ഇങ്ങോട്ട് തൂക്കിയെടുക്കാൻ, ഒന്ന് അങ്ങോട്ട് തൂക്കി കൊടുക്കാൻ. ആ സന്ദർഭത്തിൽ അള്ളാന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നെറ്റിത്തട അങ്ങോട്ട് വിയർക്കാൻ തുടങ്ങി. അബൂ ജുഹൈനയുടെ മറുപടി കണ്ടപ്പോൾ നെറ്റിത്തട അങ്ങോട്ട് വിയർത്തു.
നബിതങ്ങൾ എന്തോ ചരക്കുമായിട്ട് വന്നു, വിൽക്കാൻ വേണ്ടി വന്നു. അപ്പൊ അങ്ങോട്ട് കൊടുത്ത പൈസ കിട്ടൂല, അതുകൊണ്ട് വിയർത്തതല്ല. പിന്നെയോ ജിബ്രീൽ വരികയാണ്, ജിബ്രീൽ ഇറങ്ങാൻ. അള്ളാന്റെ ഖുർആൻ നിസ്കരിക്കാൻ വേണ്ടി മാത്രം പഠിപ്പിക്കുന്നതല്ല, തൗഹീദ് മാത്രം പഠിപ്പിക്കുന്നതല്ല. നിന്റെ തുണിക്കടയിൽ, നിന്റെ ചീനിക്കടയിൽ, നിന്റെ അരിക്കടയിൽ, നിന്റെ സ്വർണ്ണക്കടയിൽ, നിന്റെ മീൻകടയിൽ, നിന്റെ ഇറച്ചിക്കടയിൽ, നിന്റെ ഏതേത് ബിസിനസ് മേഖലകളായാലും ആ മേഖലകളിൽ നീ എങ്ങനെയാണ് അളവും തൂക്കവും നടത്തേണ്ടതെന്ന് പഠിപ്പിച്ചത് വിശുദ്ധ ഖുർആനാണ്. ഖുർആനെ നമ്മൾ എന്താ മനസ്സിലാക്കിയത്? ഖുർആൻ എന്ന് പറഞ്ഞാൽ തൗഹീദ് പഠിപ്പിക്കുന്നതാണ്, ഖുർആൻ എന്ന് പറഞ്ഞാൽ നിസ്കാരം ആണോ? അതും ആണ്. പക്ഷെ അത് മാത്രമാണോ? ഒരു മനുഷ്യന്റെ A to Z അടിമുടി എന്ന് പറഞ്ഞാൽ അടുക്കള മുതൽ അന്താരാഷ്ട്രം വരെ, പരമാണു മുതൽ പരലോകം വരെ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ഇടപെടുന്നുണ്ട്. അല്ലേ? മനുഷ്യനായി ജീവിക്കാൻ പറ്റും ഖുർആൻ പഠിച്ചാൽ. ആദ്യത്തെ അധ്യായത്തിന്റെ പേരെന്താ? ഉറങ്ങിയ ഞാൻ ഉറങ്ങട്ടെ. ആദ്യത്തെ അധ്യായത്തിന്റെ പേര് ഫാത്തിഹ. അതിനർത്ഥം പ്രാരംഭ അധ്യായം, ആമുഖം. ഏതൊരു പുസ്തകം എടുത്തു നോക്ക്, ഒരു ബുക്ക് എടുത്താൽ ആ ബുക്ക് മറിക്കുമ്പോ ആദ്യത്തെ പേജ് ആമുഖം, പ്രാരംഭ അധ്യായം. ആ ആമുഖം വായിച്ചറിയാം ഈ ബുക്കിനകത്ത് എന്താ ഉള്ളതെന്ന്. കൂടുതൽ വായിക്കണമെന്നില്ല, ആ ആമുഖം മാത്രം വായിച്ചാൽ മതി ഇതിനകത്ത് എന്താ ചർച്ച ചെയ്യുന്നതെന്ന് മനസ്സിലാവും. അതാണ് ഫാത്തിഹ. ഫാത്തിഹയിൽ എല്ലാം ഉണ്ട്. അത് കഴിഞ്ഞാൽ അടുത്ത അധ്യായത്തിന്റെ പേരെന്താ? അൽ ബഖറ. അർത്ഥം പശു. പശു മൃഗമാണോ, മനുഷ്യനാണോ, ഇഴജന്തുവാണോ, പറവയാണോ? എന്താണ്? മൃഗമല്ലേ? ഏറ്റവും അവസാനത്തെ അധ്യായത്തിന്റെ പേരേതാ? നാസ്. അർത്ഥം എന്താ? മനുഷ്യൻ. അപ്പൊ മൃഗത്തിൽ തുടങ്ങി മനുഷ്യനിൽ അവസാനിക്കുന്നു. സ്റ്റാർട്ട് മൃഗം, എൻഡ് മനുഷ്യൻ എന്നതിന്റെ അർത്ഥം എന്താ? ഖുർആൻ മുറുകെ പിടിക്കുന്ന ഒരാള് മൃഗീയതയിൽ നിന്ന് മനുഷ്യത്വത്തിലേക്ക് എത്തിച്ചേരുമെന്നാണ്. അതാണ് ഖുർആന്റെ സൂചന. ഈ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുകയാണ്, വിശുദ്ധമായ ഖുർആനിന്റെ സൂറത്ത് തത്ഫീഫിന്റെ ആയത്ത് ഇറങ്ങുകയാണ്. അബൂ ജുഹൈന എന്ന് പറയുന്ന മദീനക്കാരനായ ബിസിനസ്സുകാരന്, കച്ചവടക്കാരൻ, തൂക്കിയെടുക്കാൻ ഒരു തുലാസും തൂക്കി കൊടുക്കാൻ മറ്റൊരു തുലാസുമായി കച്ചവടം നടത്തുമെന്നറിഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുക്കൽ ജിബ്രീൽ മാലാഖ വന്നിട്ട് പറയുന്നു, വൈലുൽ ലിൽ മുത്തഫിഫീൻ الذين إذا اكتالوا على الناس يستوفون وإذا كالوهم أو وزنوهم يخسرون. അല്ലാഹു പറയുകയാണ്, അങ്ങോട്ട് കൊടുക്കുന്നതിൽ കുറവ് വരുത്തിയിട്ട് ഇങ്ങോട്ട് വാങ്ങുന്നതിൽ പൂർത്തീകരിച്ചെടുക്കുന്ന അബൂ ജുഹൈന, വൈലുൻ വൈലുൻ വൈലുൻ, നിനക്ക് നാശമാണ് മോനെ, നിനക്ക് നാശമാണ്. എന്താണ് നാശമെന്നറിയോ? നമ്മൾ പറയാറുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഴ പോലും പെയ്യുന്നില്ല. എന്താ മഴ പെയ്യാത്ത കാരണമെന്നറിയോ? നമുക്ക് 100 ന്യായങ്ങളാ, ചരിത്രം പഠിക്കുന്നവർക്ക് 1000 ന്യായങ്ങളാ, നിരീശ്വരവാദികൾക്ക് 1000 ന്യായങ്ങളാ. പക്ഷേ അല്ലാഹു പറഞ്ഞു, അല്ലാഹുവിന്റെ ഹബീബിന്റെ നാവിലൂടെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, മാ തഫിഫ ഖൗമുൻ കൈലൻ വലാ ബഖിസു മീസാനാ. അളവിലും തൂക്കത്തിലും കുറവരുത്തുന്ന ഒരു നാട് ഈ കൊളത്തൂപ്പുഴയിലെ കച്ചവട സ്ഥാപനങ്ങളിൽ, ഇവിടത്തെ ഏതെങ്കിലും മാർക്കറ്റിൽ തൂക്കി കൊടുക്കുന്ന കച്ചവടക്കാരൻ, അളന്നു കൊടുക്കുന്ന കച്ചവടക്കാരൻ അളവിലും തൂക്കത്തിലും കുറവ് വരുത്തിയ അല്ലാഹുവിന്റെ ഹബീബെന്ന് ഇന്നേ വരെ കളവ് പറയാത്ത 7 ആകാശങ്ങൾക്ക് മുകളിൽ, സപ്തവാനങ്ങൾക്ക് മുകളിൽ നിന്ന് അല്ലാഹു അറിയിച്ചു കൊടുക്കുന്ന അറിയിപ്പല്ലാതെ അവിടത്തെ ചെഞ്ചുണ്ടുകളിൽ നിന്ന് പുറത്തു വരാത്ത അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ഇല്ലാ മനഅഹുമുല്ലാഹുൽ ഖത്റ. അവിടെ മഴ പെയ്യൂല, അവിടെ മഴ പെയ്യൂല. ഈ ഹദീസ് കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഉസ്താദേ മുണ്ടക്കൈയിൽ സംഭവിച്ചത് മഴയല്ലേ, ചൂരൽമലയിൽ സംഭവിച്ചത് മഴയല്ലേ, അതുപോലെ വെള്ളാർമലയിൽ സംഭവിച്ചത് മഴയല്ലേ, പുത്തുമലയിൽ സംഭവിച്ചത് മഴയല്ലേ, കവളപ്പാറയിൽ സംഭവിച്ചത് മഴയല്ലേ, എല്ലായിടത്തും മഴയല്ലേ പ്രശ്നം? മഴയ്ക്ക് വല്ല കുറവുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുന്ന ഒരു സമൂഹം, അവർക്ക് മഴ അല്ലാഹു നിഷേധിക്കുമെന്നാ.
അതിന്റെ അർത്ഥം എന്താ? തീരെ മഴ പെയ്യൂല എന്നല്ല, മഴ കൊണ്ടുണ്ടാകുന്ന ഗുണങ്ങളൊന്നും ഉണ്ടാവൂല. എന്താ മഴ കൊണ്ടുണ്ടാകുന്ന ഗുണങ്ങൾ? അൻസൽനാ മിനൽ മുഅ്സിറാത്തി മാഅൻ സജ്ജാജ ലിനുഖ്രിജ ബിഹി ഹബ്ബൻ വനബാത വജന്നാത്തിൻ അൽഫാഫ. ഇതാണ് മഴ കൊണ്ടുള്ള ഗുണങ്ങൾ. അൻസൽനാ മിനൽ മുഅ്സിറാത്തി മാഅൻ സജ്ജാജ, ആകാശം എന്ന ഭർത്താവിന്റെ ബീജത്തുള്ളിയായ മഴത്തുള്ളികൾ ഭൂമിയാകുന്ന ഭാര്യയുടെ ഗർഭാശയത്തിൽ വരുമ്പോ ലിനുഖ്രിജ ബിഹി ഹബ്ബൻ വനബാതൻ വജന്നാത്തിൻ അൽഫാഫ, ഇവിടെ സസ്യലതാദികളും ഇവിടത്തെ വൃക്ഷലതാദികളുമാകുന്ന സന്താനങ്ങളെ നൊന്തു പ്രസവിക്കുന്നു ഭൂമി എന്ന ഉമ്മ. ലേ ഈ മഴ കൊണ്ടിപ്പോ സസ്യങ്ങൾ മുളയ്ക്കുകയല്ല ചെയ്യുന്നത്, വലിയ വലിയ ഭീമാകാരമായ മരങ്ങൾ ഒടിഞ്ഞ് മനുഷ്യന്റെ തലയിൽ വീണിട്ട് നൂറുകണക്കിന് മയ്യത്തുകൾ ഇന്നും കണ്ടിട്ടില്ല. അതല്ലേ സംഭവിക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? മഴ കൊണ്ടുണ്ടാകേണ്ട ഗുണം ഉണ്ടാവൂല, അല്ലാതെ മഴ പെയ്യൂല എന്നല്ല. മഴ എന്താ നിങ്ങൾക്ക് അള്ളാഹു തന്നിട്ടുള്ളത്, അതുകൊണ്ട് നിങ്ങൾക്ക് ഗുണം ഉണ്ടാവൂല. എന്താ തെറ്റ്? ഒരൊറ്റ തെറ്റ്, നിങ്ങൾ അളവിലും തൂക്കത്തിലും കുറവ് വരുത്തി. അതിന് ഞങ്ങൾ ഒരു 1/2 ഗ്രാമല്ലേ കുറവ് വരുത്തുന്നുള്ളൂ. അതാ ചിലരുടെ പറച്ചില്. നമ്മൾ പറയാണ്, ഇപ്പൊ ഞാന് ഒരു എന്തെങ്കിലും ഒരു പഞ്ചസാരയോ അല്ലെങ്കിൽ അരി കച്ചവടം നടത്തുന്ന ആളാ, അരി തൂക്കി കൊടുക്കുമ്പോ 2 കിലോ 5 കിലോ 3 കിലോ അരിക്കൊക്കെ വന്ന് നിൽക്കുമ്പോ ഞാൻ ഒരു പിടിയുടെ അളവിന് മാറ്റാൻ തുടങ്ങി. ഈ വാങ്ങിക്കൊണ്ടുപോകുന്ന ആരും കൊണ്ടുപോയിട്ട് തൂക്കി നോക്കാറില്ല. ഈ ഓരോ പിടി വെച്ച് ഞാൻ 10 പേരെന്ന് മാറ്റി. ഞാൻ എന്തിനാ ചെയ്യുന്നത്? എന്റെ മകളെ കെട്ടിക്കണം, എന്റെ മോൻ അഡ്മിഷൻ വേണം, എന്റെ ഭാര്യയെ ചികിത്സിക്കണം, എനിക്ക് ഇനിയും എഴുതിയെടുക്കാൻ വസ്തുക്കളുണ്ട്. അതുകൊണ്ട് ഞാൻ ഇത് മിച്ചം പിടിച്ചില്ലെങ്കിൽ, ഇങ്ങനെയൊക്കെ ജീവിച്ചില്ലെങ്കിൽ എനിക്ക് കരപറ്റാൻ പറ്റൂല, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നതാണ്, പടച്ചോൻ അങ്ങ് പൊറുക്കും എന്നൊക്കെ നമ്മൾ പറയുന്നത്. പക്ഷേ ഇതുകൊണ്ടുണ്ടാവുന്ന പ്രശ്നം എന്താണെന്നറിയോ? നീ എന്തിനു വേണ്ടിയിട്ടാ ഈ ഒരു പിടി അരി വീതം മാറ്റിയത്? അല്ലെങ്കിൽ അളവിൽ കുറവ് വരുത്തി എന്തിനു വേണ്ടിയിട്ടാണ്? നീ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ നിനക്ക് സംഭവിക്കാൻ പോണ പ്രശ്നം എന്താണെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇമാം ഹാക്കിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, വലം യൻഖുസുൽ മിക്യാല വൽ മീസാന ഇല്ലാ ഉഖിദൂ ബിസ്സിനീൻ. കൊളത്തൂപ്പുഴയിൽ കച്ചവടത്തിൽ കാപട്യം കാണിക്കുന്നവര്, അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുന്നവരുണ്ടായ അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, ഇവിടെ മഴയില്ലാതിരിക്കുമെന്ന് മാത്രമല്ല, റസൂൽ തങ്ങൾ പറയുകയാണ്, ഹാക്കിമിന്റെ ഹദീസിൽ കാണാൻ കഴിയുന്നത്, അവർക്ക് അല്ലാഹു ക്ഷാമം കൊടുക്കുന്നതാ, അല്ലാഹു ക്ഷാമം കൊടുക്കുന്നതാണ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, തീരുന്നില്ല. വല്ലാത്ത ചെലവല്ല കൊടുക്കുന്നതാണ്. ചെലവ് കൂടുതലാ. നമ്മുടെ പരിപാടല്ലേ, ചെലവ് കൂടുതലാ. 500 എടുത്ത് പുറത്തിറങ്ങിയാൽ എന്തെങ്കിലും ഒരു ചെറിയ കിറ്റും വാങ്ങി വരുമ്പോൾ 500 തീർന്നു. പണ്ട് 100 മതിയായിരുന്നു ജീവിക്കാൻ. ഇപ്പൊ 500 ഉണ്ടെങ്കിലും പറ്റുന്നില്ല. പറ്റാത്തത് എന്താണ്? അന്നില്ലാത്ത പ്രശ്നം ഇന്നുണ്ട്. അത് അളവിലും തൂക്കത്തിലും കുറവ് വരുത്തലാണ്. അള്ളാഹു നിനക്ക് വല്ലാത്ത ചെലവങ്ങ് കൂട്ടിത്തന്നു, ചെലവങ്ങ് കൂട്ടിത്തന്നു, നിനക്ക് ക്ഷാമം തന്നു. ഇത് രണ്ടിനും അപ്പുറത്ത് പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, നിന്നെ ഭരിക്കുന്ന ഭരണാധികാരികളും മനുഷ്യത്വം നഷ്ടപ്പെട്ടവരാക്കി കളഞ്ഞു. ഇമാം ഹാക്കിം ഉദ്ധരിക്കുന്ന ഹദീസ്. നമ്മൾ പറയാണ്, അവരങ്ങനെ ഭരിക്കുന്നു, ഇങ്ങനെ ഭരിക്കുന്നു, ബീഡിക്ക് വില കൂട്ടുന്നു, സിഗരറ്റിന് വില കൂട്ടുന്നു, മദ്യത്തിന് വില കൂട്ടുന്നു. ഇന്നൊക്കെ നമ്മൾ ഇങ്ങനെ സങ്കടപ്പെടുന്നു. എന്താ നമ്മളാ കാരണം? ഈ ഭരണാധികാരികൾക്ക് അക്രമത്തിന്റെ വാസന. ആ നിലയിൽ അല്ലാഹു തആല അടിമകളെ പരീക്ഷിക്കാൻ അല്ലാഹുവിന്റെ ഈ ഭൂമി ലോകത്തെ ശിക്ഷ എന്താണെന്നറിയോ? ആഖിറത്തിന്റെ അവിടെ നിൽക്കട്ടെ, പറയാം. ഭൂമി ലോകത്തെ ശിക്ഷ അല്ലാഹു തആല പരിചയപ്പെടുത്തുന്നത്, നിന്റെ ക്ഷാമം, നിന്റെ ചെലവ് അധികരിപ്പിക്കും. നിന്നെ ഭരിക്കുന്ന ഭരണാധികാരികളെ കൊണ്ട് നിന്നെ ഒക്കെ വരപ്പിക്കും. ഭരണാധികാരികൾ വിടൂല, ഓരോ നിയമങ്ങളെ കൊണ്ടുവരും. അസം സർക്കാർ ഇപ്പൊ പുറത്തുവിട്ടിരിക്കുന്നത്, അസമിലെ MLA-മാർക്ക് ജുമാ നിസ്കരിക്കാൻ പെർമിഷൻ റദ്ദാക്കി. ആലോചിച്ചു നോക്കൂ. പാവപ്പെട്ട 208 ആണെന്നാണ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ, അതോ 108 ആളുകൾ, കുടുംബത്തിന്റെ പ്രിയപ്പെട്ട നാഥന്മാർ, മക്കൾ, ഭർത്താക്കന്മാർ വണ്ടിയിൽ കയറിയിട്ട് അവരൊരുക്കിയിരിക്കുന്ന ജയിലുകളിലേക്ക് പോകുന്നു. പൗരത്വം തെളിയിക്കാൻ കഴിയുന്നില്ല. ആ ഒരവസ്ഥയിലേക്ക് ഭരണാധികാരികളുടെ അക്രമം പെരുകിക്കൊണ്ടിരിക്കുമ്പോ അതിനുള്ള കാരണം നമ്മൾ വേറെ അന്വേഷിക്കണ്ട. നിന്റെ നാട്ടിലെ കടയിൽ ചെന്നിട്ട് നീ ഒന്ന് പരിശോധന നടത്ത്.
അവിടെ ആ അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുന്ന സമ്പ്രദായമുണ്ട്. നിസ്സാര കാര്യമല്ല. അതെല്ലാം പോട്ടെ, മരിക്കണമല്ലോ നമുക്ക്. മാലിക് ബിൻ ദീനാറിന്റെ ഒരു കഥ പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇനി നാളെയും മറ്റന്നാളും ഈ 10 മിനിറ്റൂടെ ഉള്ളു. ഞാൻ കൃത്യസമയം പാലിക്കും. കാരണം നിങ്ങൾ കൃത്യസമയം പാലിച്ചവരാണ്. ബഹുമാനപ്പെട്ട ദായിദി ഉസ്താദിന് പ്രസംഗിക്കാൻ പോലും പറ്റിയില്ല. അഷറഫ് ഉസ്താദ് ഉദ്ഘാടനം ചെയ്ത് മാത്രം പോയി. എല്ലാവരും പ്രസംഗം ചുരുക്കി. അപ്പൊ ഞാൻ നീട്ടിക്കൊണ്ടിരിക്കുന്നത് അത് ശരിയല്ലല്ലോ. നിങ്ങൾ കൃത്യസമയത്ത് തുടങ്ങാൻ അവസരം തന്നെങ്കിൽ ഞാൻ കൃത്യസമയത്ത് അവസാനിപ്പിക്കണം. അതാണ് അതിന്റെ മര്യാദ. ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് തരുമെങ്കിൽ ഞാൻ നിങ്ങളൊക്കെ ജീവിച്ചിരിക്കുമെങ്കിൽ ചൊവ്വാഴ്ച ഇൻഷാ അല്ലാഹ് 9-ാം തീയതി ചൊവ്വാഴ്ച തിങ്കളാഴ്ച 9-ാം തീയതി തിങ്കളാഴ്ച എനിക്ക് പ്രസംഗിക്കാൻ ഞാനത് എന്റെ അടുത്ത് ഡേറ്റ് ചോദിച്ചപ്പോ മക്കരെടുക്കാം 2 ഞാൻ പറയാതെ എടുക്കല്ലേ, ഉദ്ഘാടനം ചെയ്യണം. അപ്പോ 2 ഡേറ്റ് ഒഴിഞ്ഞു കിടപ്പുണ്ടെന്ന് പറഞ്ഞു. ഏതെങ്കിലും ഒന്ന് എടുക്കാൻ വേണ്ടി 6ഓ 9ഓ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ആ ഉസ്താദ് എന്നോട് പറഞ്ഞു ആ 2 നമുക്ക് വേണം. അങ്ങനെ എന്റെ 10ഓ 15ഓ വർഷമായെന്ന് തോന്നുന്നു പ്രസംഗിക്കാൻ ഇറങ്ങിയിട്ട്. 13-15 ഒക്കെ ആയെന്ന് തോന്നുന്നു. ഈ വർഷത്തിനിടയിൽ ആദ്യമായിട്ടൊരു അനുഭവമാണ്. ഒരു ദിവസം പ്രസംഗിച്ചു, പിന്നെ 2 ദിവസം ഒഴിവ് വന്നു. പിന്നെ വേറെ നാളെ എനിക്ക് കണിയാപുരത്താണ്. അപ്പോ പിന്നീട് അടുത്ത ഡേറ്റ് വീണ്ടും അവിടെ തന്നെ വരുന്നത് വളരെ അപൂർവങ്ങളിൽ അപൂർവമായി. ഒരുപക്ഷെ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആദ്യത്തെ സംഭവമാണ്. ഏതായിരുന്നാലും 9-ാം തീയതി തിങ്കളാഴ്ച ഇൻഷാ അല്ലാഹ് ഖുർആൻ പരിചയപ്പെടുത്തിയ 5 ശത്രുക്കളുണ്ട്. അല്ലാഹ് പറഞ്ഞ 5 ശത്രുക്കൾ, അതാണ് നമ്മുടെ വിഷയം. അല്ലാഹ് പറഞ്ഞ 5 ശത്രുക്കൾ, വേറെ ആരും പറഞ്ഞതല്ല, അല്ലാഹ് തന്നെ പറഞ്ഞതാ. ഈ 5 ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഖുർആൻ പറഞ്ഞ വഴികളും ഇൻഷാ അല്ലാഹ് തിങ്കളാഴ്ച നമുക്ക് പറയണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. നാളെ ഇ.പി. ഉസ്താദിന് കുടുംബമൊക്കെ കൊടുക്കാത്ത എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങളൊക്കെ പഠിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടം, അദ്ദേഹത്തിന്റെ അയൽവാസി സക്കറാത്തിലാണെന്നറിഞ്ഞ് മൂപ്പർ അങ്ങോട്ട് ചെന്നു. നിങ്ങൾ ചിന്തിക്കണം, മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു തആല അൻഹു സക്കറാത്തിലായ അയൽവാസിയുടെ വീട്ടിലേക്ക് ചെന്നു. അദ്ദേഹത്തിന് ഒരു നാട്ടിലെ പണ്ഡിതനാകുമ്പോ സക്കറാത്തിൽ കിടക്കുന്നവരുടെ അടുക്കലൊക്കെ ഒന്ന് വരാനും അവർക്ക് എന്തെങ്കിലും കലിമ പറഞ്ഞു കൊടുക്കാനും ഒക്കെ ആളുകൾ ക്ഷണിക്കാറുണ്ട്. അങ്ങനെ അദ്ദേഹം അവിടെ ചെല്ലുമ്പോ കാണുന്ന കാഴ്ച, ഇയാൾ നിലവിളിക്കാൻ. ആ നിലവിളി എന്തിനാണ് എന്ന് ചോദിക്കുമ്പോൾ മരണാസന്നനായ മരണത്തിന് മുഖാമുഖം കണ്ടുകിടക്കുന്ന മനുഷ്യൻ പറയുന്നു, പെങ്ങളെ, ജബലാനി മിനന്നാർ, എന്റെ മുന്നിൽ 2 പർവ്വതങ്ങൾ ഞാൻ കാണുകയാണ്, അഗ്നിപർവ്വതങ്ങൾ. ജബലാനി മിനന്നാർ, 2 തീരാലുള്ള വലിയ മലകൾ എന്റെ മുന്നിൽ ഞാൻ കാണുന്നു. പെങ്ങളെ, ആരോ വന്നിട്ട് എന്നോട് പറയുന്നു, ഈ മലയിൽ കയറടാ, ഈ മലയിൽ കയറടാ. 2 മലയാണ്. ആ 2 മല തീയിനാലുള്ള മലയാണ്. ഒരു തുലാസിന് 2 തട്ടല്ലേ? ചിന്തിക്കണം, 2 തട്ടല്ലേ? ആ 2 തട്ട്, 2 മലകൾ ഇങ്ങനെ കാണുന്നു. അഗ്നിപർവ്വതം കേരളാതിന്റെ മുകളില്. മരിക്കുന്ന നേരത്ത് വല്ലാത്ത പേടി. ആ സമയത്ത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മനുഷ്യൻ ഇങ്ങനെ അട്ടഹസിക്കുമ്പോ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു ഭാര്യയോട് ചോദിച്ചു, ഇയാൾക്ക് എന്തെങ്കിലും വീഴ്ചകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കൂടെ കിടക്കുന്നവർക്കല്ല രാപ്പനി അറിയൂ, എന്തെങ്കിലും വീഴ്ചയുണ്ടോ ഇയാൾക്ക്? ഭാര്യ പറഞ്ഞു, ഇയാളെ കച്ചവടക്കാരനല്ലേ തങ്ങളെ, കടയിൽ 2 തുലാസ് ഉണ്ട്, ഒന്നില് തൂക്കി അങ്ങോട്ട് കൊടുക്കും, ഒന്ന് തൂക്കി ഇങ്ങോട്ട് എടുക്കും. 2 വേറെ വേറെയാണ്. മാലിക് ബിൻ ദീനാർ തങ്ങൾ പറഞ്ഞു, കൊണ്ടുവാ. ഭാര്യ കടയിൽ ചെന്ന് ആ 2 തുലാസും എടുത്തു കൊണ്ടുവച്ചു. ഇതേതെങ്കിലും സിനിമയുടെ തിരക്കഥയല്ല, നാടകത്തിന്റെ ഇതിവൃത്തമല്ല, സീരിയലിന്റെ ക്ലൈമാക്സ് അല്ല,
ഏതെങ്കിലും വാറോലയിലെ മോഹനമ ഏതെങ്കിലും മോഹിക്കുന്ന ഏതെങ്കിലും ലേഖകന്റെ ലേഖനമല്ല, ഏതെങ്കിലും നോവലിസ്റ്റിന്റെ നോവലല്ല, ഏതെങ്കിലും കാതികന്റെ കഥയല്ല, ഏതെങ്കിലും പാട്ടുകാരന്റെ പാട്ടല്ല. ഇത് പ്രിയപ്പെട്ടവരെ പൂർവ്വസൂരികൾ നമ്മളോട് പറഞ്ഞ താരീഖിന്റെ ഗ്രന്ഥങ്ങളിലുള്ളതാ. ആ മനുഷ്യന്റെ മുമ്പിൽ കൊണ്ടുവന്ന 2 തുലാസിനെയും മാലിക് ബിൻ ദീനാർ തങ്ങളും നിലത്തടിച്ചു പൊട്ടിച്ചു. ആ മനുഷ്യന് ആ ഒരു അസ്വസ്ഥത മാറി കിട്ടി, അയാൾക്ക് നല്ല മരണം കിട്ടി എന്ന് പറയപ്പെടുന്നു. സമാനമായി അതേ ഗ്രന്ഥത്തിൽ തന്നെ മറ്റൊരാളെ പറ്റി പറയുന്നുണ്ട്. എന്താണ് അയാൾക്ക് സംഭവിച്ചത്? മരണാസന്നനായപ്പോൾ മരണക്കിടക്കയിൽ കിടക്കുമ്പോ ആരോ പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ്. എത്ര പ്രയാസം അനുഭവിക്കുന്നവനും പറയാൻ പറ്റുന്ന ഒരു വാചകം ഇതാണ്. ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ? ചുണ്ടു കൂട്ടാതെ ഒരു അക്ഷരവും നമുക്ക് പറയാൻ പറ്റില്ല. അക്ഷരങ്ങൾ അല്ലെങ്കിൽ ചില വേർഡുകൾ പറയാൻ പറ്റും, ഒരു വാചകം നമുക്ക് പറയാൻ പറ്റില്ല ചുണ്ടു കൂട്ടാതെ. സുബ്ഹാനല്ലാഹ് പറഞ്ഞേ. വീട്ടിൽ ചെന്നിട്ട് കണ്ണാടിയുടെ മുമ്പിൽ ചെന്നിട്ട് സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞു നോക്കണം, ചുണ്ടു കൂടും. അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു നോക്ക്, ചുണ്ടു കൂടും. അല്ലാഹു അക്ബർ പറഞ്ഞു നോക്ക്, ചുണ്ടു കൂടും. മാഷാ അല്ലാഹ് പറ, ചുണ്ടു കൂടും. അസ്തഗ്ഫിറുല്ലാഹൽ അലീം പറ, ചുണ്ടു കൂടും. ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ പറ, ചുണ്ടു കൂടും. എന്തിനേറെ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ചുണ്ടു കൂടും. സമയായ ആയി. സാധാരണ പ്രസിഡന്റ് ബക്കറ്റും കൊണ്ടുവരുമ്പോ പള്ളിയിൽ ജുമാ പ്രസംഗം നീണ്ടു പോകുമ്പോഴാണ് നിർത്തുന്നത്. 10 മണി അല്ല, ബക്കറ്റ് കൊടുക്കാം. ഞാൻ ബക്കറ്റ് എടുത്തോണ്ട് വരും. വീട്ടിൽ ചെന്നിട്ട് നിങ്ങൾ കണ്ണാടിയുടെ മുമ്പിൽ ചെന്ന് നിൽക്കണം. എന്നിട്ട് ഒന്ന് നോക്കണം. നമ്മുടെ ഉദ്ഘാടനം ഇൻഷാ അല്ലാഹ് ഉദ്ഘാടന ദിവസമാണ്. എല്ലാവരും നിങ്ങൾക്ക് മനോഹരമായി ഒരു മഞ്ഞ് കൊള്ളാതെ മഴവെള്ളം വീഴാതെ ഒരു പന്തൽ റെഡിയാക്കി തന്നിട്ടുണ്ട്. പറ്റുന്ന പോലെ ഇവിടെയും അൽഹംദുലില്ലാഹ് നല്ല മനോഹരമായ ഒരു സ്റ്റേജ്, നല്ല ലൈറ്റ്, നല്ല ശബ്ദം ഒക്കെ ഉണ്ട്. ഇതിനൊക്കെ ചെലവുള്ളതാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഒരു ഹദിയ എല്ലാവരും പോക്കറ്റിൽ നിന്ന് എടുക്കുക. നിയ്യത്ത് എന്താണോ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനമായിട്ട് ആ നിയ്യത്ത് മനസ്സിൽ കരുതി ഇൻഷാ അല്ലാഹ് ആ ഹദിയ ഇതിൽ നിക്ഷേപിക്കാൻ അല്ലാഹു നമ്മുടെ ഉദ്ദേശം സാധിപ്പിച്ചു തരട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇൻഷാ അല്ലാഹ് എല്ലാ ഭാഗത്തും പോയി. പൈസ ഇടുമ്പോൾ ശ്രദ്ധ ഇങ്ങോട്ടായിരിക്കണം. പൈസ വീണോട്ടെ. ഏത് വാചകം പറഞ്ഞാലും ചുണ്ട് നമ്മൾ ചേർത്ത് വെക്കേണ്ടി വരും. പക്ഷേ ചുണ്ട് ചേർത്ത് വെക്കാതെ പറയാൻ പറ്റുന്ന ഒരേ ഒരു വാചകമുണ്ട്. അതേതെന്നറിയോ? കണ്ണാടിയുടെ മുമ്പ് പോയി എന്നിട്ട് 2 ചുണ്ടും പിടിച്ചോളോ, എന്നിട്ട് ഞാൻ ഈ പറയുന്ന ഈ വാചകം പറഞ്ഞു നോക്ക്. ഒരു ബുദ്ധിമുട്ടില്ലാതെ പറയാൻ പറ്റും. ഏതാണെന്നറിയോ? സുബ്ഹാനല്ലാഹ് അല്ല, അൽഹംദുലില്ലാഹ് അല്ല, അല്ലാഹു അക്ബർ അല്ല, അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ല. ഏതാ? ആ വാചകം പറഞ്ഞ് മരിക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇടപെടേ വേണ്ട. എന്തിനാ അള്ളാഹു അങ്ങനെ ആക്കിയെന്നറിയോ? മരിക്കുന്ന നേരത്ത് എന്ത് പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും, എന്തൊക്കെ ബുദ്ധി ചുണ്ട് കൂട്ടി പിടിക്കാൻ പറ്റാത്ത, വായ അടച്ചു പിടിക്കാൻ പറ്റാത്ത ഒരു ഘട്ടം വന്നാലും നിന്റെ നാവ് വായ്ക്കകത്ത് കിടന്ന് പറയട്ടെ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിനു വേണ്ടിയിട്ടാണ്. ഇത്രയും അല്ലാഹു തആല നമ്മോട് കരുണയുള്ളവനല്ലേ. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ ആ മനുഷ്യന് സാധിക്കുന്നില്ല. അയാളുടെ നെഞ്ചിൽ ഒരു ആണി കൊണ്ട് കുത്തുന്നത് പോലുള്ള വേദനയാണ്. മഹാനായ ഇമാം ആ ഭാര്യയോട് ചോദിച്ചു, ഇയാൾക്ക് എന്താ പറ്റിയത്? ആ സമയത്ത് ഭാര്യ പറഞ്ഞു, തങ്ങളെ അളവിൽ കുറവ് വരുത്തൂല, തൂക്കത്തിൽ കുറവ് വരുത്തൂല, കച്ചവടത്തിൽ കൃത്രിമമില്ല, ഒന്നുമില്ല. പക്ഷേ ഒരാൾ എന്തെങ്കിലും തൂക്കി അളന്ന് വാങ്ങിക്കൊണ്ടുപോയാൽ ആ തട്ട് തുടച്ച് വൃത്തിയാക്കാതെ അടുത്ത ആളിനും അതേ തട്ടിൽ തൂക്കി കൊടുക്കുന്ന ജോലിയാണ് ഇയാള്. സൂക്ഷ്മതയില്ല. ഒരാള് വാങ്ങിപ്പോയതിന്റെ പൊടിപടലങ്ങൾ തുലാസിൽ കാണും. അടുത്ത ആളിനെ കൊടുക്കുമ്പോ അതിൽ തന്നെയാണ് അളന്നു കൊടുക്കുക. 1/2 ഗ്രാം പോലും കൂടുന്നില്ല. അത്രയും ചെറിയ ഒരു സിമ്പിളായ നെവർ മൈൻഡ് ആയിട്ട് മറ്റുള്ളവർ കാണുന്ന വിഷയത്തിൽ പോലും പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യന് സക്കറാത്തിന്റെ ഹാലില് കലിമ പറയാതെ കഴിയുന്നില്ലെങ്കിൽ എപ്പറം മക്കള് ഫാത്തി ഓതിയിട്ടെന്താ? ആരെ
ആരൊക്കെ നമുക്ക് വേണ്ടി ദ്വാരന്നിട്ടെന്താ? മരിക്കുന്ന നേരം നന്നായിട്ട് മരിക്കാൻ വ്യക്തിപരമായി എനിക്ക് സാധിച്ചില്ലെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ പരലോകത്തിന്റെ ജീവിതം കഷ്ടനഷ്ടമാണ്. അതുകൊണ്ട് അല്ല പറയുന്ന മൂന്നാമത്തേത് നിലനിർത്താൻ പറഞ്ഞത് അഖീമുൽ വസ്ന ബിൽ ഖിസ്തി വലാ തുഖ്സിറുൽ മീസാൻ. അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കരുത്. ചുരുക്കി പറയട്ടെ, നാലാമത് അല്ലാഹു ഖുർആനിൽ അഖീമു എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അത് വിശദീകരിക്കാൻ ഇവിടെ ഇമാമുണ്ട്, മുദരിസുണ്ട്. നമ്മൾ വലിയ ഫത്വ കൊടുക്കാനോ മസല പറയാനോ ആളല്ല. പക്ഷേ ഒന്ന് നമ്മൾ അറിയണം, സൂറത്തു ത്വലാഖിൽ അല്ലാഹു പറഞ്ഞതാണ് നാലാമതായിട്ട് നമ്മളോട് നിലനിർത്താൻ പറഞ്ഞത്. അത് മറ്റൊന്നുമല്ല, ഫൈദാ ബലഗ്ന അജലഹുന്ന ഫംസികൂഹുന്ന ബിമഅറൂഫിൻ ഔ ഫാരിഖൂഹുന്ന ബിമഅറൂഫ് വഅശ്ഹിദൂ അൽവാശ്ഹിദൂ ദവൈ അദ്ലിൻ മിൻകും വഅഖീമു ശഹാദത ലില്ലാഹ്. ഒരു പെണ്ണ്, ഒരു ഭർത്താവ് തന്റെ ഭാര്യയെ ത്വലാഖ് ചൊല്ലി, ശ്രദ്ധിച്ചോ, മൂന്ന് കാര്യങ്ങൾ തമാശക്കാണെങ്കിലും അത് കാര്യമാണ്, കളിയാണെങ്കിലും അത് കാര്യമാണ്. തമാശക്കാണെങ്കിലും കാര്യമാണ്, കാര്യമാണെങ്കിലും കാര്യമാണ്. മൂന്ന് കാര്യങ്ങൾ കളിയിൽ പറഞ്ഞാലും അത് കാര്യമാണ്, കാര്യത്തിൽ പറഞ്ഞാലും കാര്യമാണ്. മൂന്ന് കാര്യങ്ങൾ ഏതൊക്കെയെന്നറിയോ? ഒന്ന് നിക്കാഹ്. വെറുതെ തമാശക്ക് രണ്ട് സാക്ഷികൾ അടുത്തിരിപ്പുണ്ടായിരുന്നു. നമ്മൾ വെറുതെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, എന്റെ മകളെ ഞാൻ നിനക്ക് നിക്കാഹ് കഴിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. തമാശക്കാണ്. രണ്ട് സാക്ഷിയുണ്ട്. അവൻ ചാടിക്കേറി കിട്ടിയ അവസരമല്ലേ, അവൻ പറഞ്ഞു ഞാൻ അത് സ്വീകരിച്ചിരിക്കുന്നു. തീർന്നു. മാമായി മരുവനുമായി. അങ്ങനെയാണ്. ഇതിലും ഗൗരവം ഇനി കേട്ടോ. ഞാൻ തമാശക്കായിരുന്നു, കാര്യമില്ല. മൂന്ന് കാര്യങ്ങൾ തമാശയാണെങ്കിലും കാര്യമാണെങ്കിലും കാര്യം. ആ മൂന്ന് കാര്യങ്ങളിൽ ഒന്ന് നിക്കാഹ്, രണ്ട് ത്വലാഖ്. എടി പെണ്ണുങ്ങൾക്ക് ചോദിക്കാം, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ എന്നെ കൊണ്ടാക്കും, ഡിവോഴ്സ് എന്നൊക്കെ ചോദിക്കാം, വലിയ ഗൗരവമില്ല. പക്ഷേ ഭർത്താവ് പറയാണ്, നിന്നെ ഞാൻ ഇതാ ത്വലാഖ് ചൊല്ലിയിരിക്കുന്നു. ഒന്ന് ചൊല്ലി, രണ്ട് ചൊല്ലി, മൂന്ന് ചൊല്ലി, അല്ലെങ്കിൽ ഒന്ന് ചൊല്ലി, എന്തോ പറയട്ടെ. ഒന്ന് ചൊല്ലിയാൽ ഒന്ന്, രണ്ട് ചൊല്ലിയാൽ രണ്ട്, മൂന്ന് ചൊല്ലിയാൽ മൂന്ന്. ഈ ചൊല്ലുന്നത് തമാശക്കായി. ഉസ്താദെ, ഞാൻ പെട്ടെന്ന് തമാശക്ക് അവള് പറഞ്ഞപ്പോ ഞാൻ ചാടിക്കേറി പറഞ്ഞത്, തീർന്നു മോനെ നിന്റെ കഥ, തീർന്നു. തമാശക്കാൻ ആയിക്കോട്ടെ, നിനക്കിനി അവള് ഹറാമാണ്. അതേപോലെ ഒരു അടിമ ഉണ്ടായിരുന്നു, അത് ഇപ്പോഴത്തെ സമ്പ്രദായത്തിലില്ല. നിന്നെ ഞാൻ മോചിപ്പിച്ചിരിക്കുന്നു എന്ന് എഴുത്തുക്കിന്റെ വാചകം പറഞ്ഞു. തമാശക്കാണ്, തീർന്നു, അവൻ സ്വതന്ത്രനായി. ഒരു ഭർത്താവ് ഭാര്യയുടെ മുഖത്ത് നോക്കിയിട്ട് ഞാൻ നിന്നെ ത്വലാഖ് ചൊല്ലി എന്ന് പറയുന്നത്, ഒരു ത്വലാഖ് ചൊല്ലിയാൽ അവളെ തിരിച്ചെടുക്കാം. 3 ശുദ്ധി, 3 പീരീഡ് കഴിയുന്നതിന് മുമ്പ് തിരിച്ചെടുക്കണം. വേറെ പ്രശ്നമൊന്നുമില്ല. തിരിച്ചെടുത്താ ഞാൻ നിന്നെ തിരിച്ചെടുത്തു എന്ന് പറഞ്ഞാൽ മതി. പിന്നെ അവന് 2 ത്വലാഖേ ഉള്ളൂ എന്ന് മാത്രം. 3 ശുദ്ധി കഴിഞ്ഞുപോയി. ആ സമയം വരെയും അവനെ തിരിച്ചെടുത്തില്ല. ഇനി അവൾ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമെങ്കിൽ 3 ശുദ്ധി കഴിഞ്ഞ ഒരു പെണ്ണിനെ നിന്റെ ജീവിതത്തിലേക്ക് നിനക്ക് കൊണ്ടുവരണമെങ്കിൽ, ആ പെണ്ണിനെ നിനക്ക് ജീവിതത്തിലേക്ക് സഖിയാക്കി കൊണ്ടുവരണമെങ്കിൽ നിക്കാഹ് വേണം. ഒന്നുകൂടെ മാമായ വിളിക്കേണ്ടി വരും. മാമ, ഒരബദ്ധം പറ്റി, ഞാൻ നിങ്ങളെ മോള ചാടിക്കേറി ഒരു ത്വലാഖ് ചൊല്ലി, ഇവളുടെ 3 ശുദ്ധി കഴിഞ്ഞ ഞാൻ അറിഞ്ഞൊന്നുമില്ല. എന്ത് ചെയ്യും? ആ മരുവനെ ഞാൻ വരട്ടെ, 2 സാക്ഷികളെ വിളിച്ചോണ്ട് വരണം. പഴയ മാപ്പിളയെ പെണ്ണിന്റെ വാപ്പ കൈപിടിച്ചിട്ട് പുതിയ മാപ്പിളയാക്കി കൊടുക്കണം. നിസാര കാര്യമാണോ? ആലോചിക്കണം. ചാടിക്കേറിയിട്ട് ഓരോന്ന് പറയുമ്പോ ഈ രണ്ടാമത് മടക്കിയെടുക്കുന്ന സമയം കഴിഞ്ഞിട്ട് മടക്കിയെടുത്തില്ലെങ്കിൽ നിക്കാഹ് വേണം. 3 ത്വലാഖാണ് ചൊല്ലിയെങ്കിൽ സമയമൊന്നും നോക്കണ്ട. ഇനി നിനക്ക് അവളെ കല്യാണം കഴിക്കണമെങ്കിൽ വേറൊരാൾ, നിന്റെ ഇദ്ദയുടെ കാലം കഴിഞ്ഞ് അവൾ മറ്റൊരാളുടെ കല്യാണം കഴിക്കപ്പെട്ട് അയാൾ ഒഴിവാക്കി അയാൾക്ക് വേണ്ടി ഇദ്ദ ഇരുന്നിട്ട് വേണം നിനക്ക് കഴിക്കാൻ. അത്രയും ഗൗരവമാണ് വിവാഹം എന്ന് പറയുന്നത്. നിസാരമാണെന്ന് കരുതരുത്. ചാടിക്കേറി നീ പോടി, നിന്റെ വീട്ടിൽ നിന്നെ 1 2 2 ചൊല്ലി 3 ചൊല്ലി പൊക്കോ എന്ന് പറഞ്ഞിട്ട് ഓടിച്ചു വിട്ടു. കരഞ്ഞുകൊണ്ട് പള്ളിയിൽ വന്ന് ഉസ്താദ് രക്ഷപ്പെടുത്തണം. ഉസ്താദ് എങ്ങനെ രക്ഷപ്പെടുത്താനാ? ഉസ്താദ് നിന്നെ രക്ഷപ്പെടുത്താനുള്ള ഏക വഴി, നീ വേറെ കല്യാണം കഴിച്ചു, അവൾ വേറെ കെട്ടിക്കട്ടെ, അതേ പറക്കുള്ളൂ. അതല്ല, നിന്നെ ശിക്ഷിക്കണമെങ്കിൽ പറയാ, നീ അവളെ വിളിച്ചോണ്ട് പോടാന്ന് പറയാം.
രക്ഷപ്പെടുത്താൻ ഒറ്റ വഴിയേ ഉള്ളൂ. ഞാൻ പറയട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ, കള്ളു കുടിച്ചുകൊണ്ടൊരു മനുഷ്യൻ വന്നിട്ട് ഭാര്യയുടെ മുഖത്ത് നോക്കി ഓരോ കുടുംബത്തിലും കയറിയിട്ട് ചോദിക്കണം, പെണ്ണേ നിന്റെ ഭർത്താവ് നിന്നോട് എപ്പോഴെങ്കിലും നിന്നെ ഞാൻ 3 ത്വലാഖ് ചൊല്ലി എന്ന് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞു ഉസ്താദേ. അത് അദ്ദേഹത്തിന് ദേഷ്യം വന്നപ്പോ അത് ഒരിക്കലല്ല പലവട്ടം പറഞ്ഞിട്ടുണ്ട്. മൂപ്പരങ്ങനാണ്. വാട്ടീസ് അടിച്ചാ പിന്നെന്താ പറയുന്നതെന്ന് അറിഞ്ഞൂടാ. ആയിക്കോട്ടെ, നിന്റെ ഭർത്താവ് അറിഞ്ഞുകൊണ്ട് മദ്യപിച്ചതല്ലേ? അതെ, ഈ അറിഞ്ഞുകൊണ്ട് സ്വയം വരുത്തി വെച്ച ആ മസ്തിന്റെ പേരിൽ പറഞ്ഞു പോയത് പരിഗണിക്കപ്പെടൂല. നിന്റെ പ്രിയപ്പെട്ട ഭർത്താവ് നിനക്കിനി അന്യനാണ്. അയാൾ ഉറക്കത്തിൽ സ്വപ്നം കാണും. സ്വപ്നത്തിൽ അടുത്ത് കിടന്നിട്ട് പറഞ്ഞു, എടി നിന്നെ ഞാൻ 1 ചൊല്ലി 2 ചൊല്ലി 3 ചൊല്ലി കുലുക്കി വിളിച്ചപ്പോ അല്ലോ ഞാൻ അറിഞ്ഞില്ല, ഞാൻ ഉറക്കത്തിലായിരുന്നു സ്വപ്നം. കുഴപ്പമില്ല, അത് നീ ആയിട്ടുണ്ടാക്കിയതല്ല, പടച്ചോ നിനക്ക് ഉറക്കം തന്നതാണ്. പ്രശ്നമല്ല, നിനക്ക് ഭ്രാന്തായി പോയി, മാനസിക രോഗിയാണ്, നീ ആയിട്ടല്ല പ്രശ്നം. അള്ള നിനക്ക് തന്ന പരീക്ഷണമാണ്. ആ പരീക്ഷണത്തിൽ നീ നിന്റെ ഭാര്യയെ ഭ്രാന്ത് മൂത്തപ്പോ പറഞ്ഞു നിന്നെ ഞാൻ 3 ത്വലാഖ് ചൊല്ലി എന്ന്. കുഴപ്പമില്ല, ബോധം വീഴുമ്പോൾ നീ പശ്ചാത്തപിച്ച് അള്ളാഹുവിലേക്ക് ദുആ ചെയ്യ്, നിന്റെ രോഗം മാറാൻ ഒരു കുഴപ്പമില്ല. പക്ഷെ കള്ളുകുടി അങ്ങനെയല്ല, നീ ആക്കി ഉണ്ടാക്കി വെച്ച വരുത്തി വെച്ച വിനയാണ്. എന്നിട്ട് കുടിച്ച് കൂത്താടി മദ്യപിച്ച് ലെവല് കെട്ടിട്ട് ഭാര്യയുടെ മുഖത്ത് നോക്കി കിട്ടടി നിന്നെ ഞാൻ 3 ചൊല്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭാര്യ നിനക്ക് ഭാര്യ അല്ലാതായി മാറുന്നു. ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നു ഉസ്താദേ. കാര്യമില്ല മോനെ, കാര്യമില്ല. നമ്മൾ മനസ്സിലാക്കണം. ഓരോ വീട്ടിൽ കയറി ചോദിച്ചു നോക്കുമ്പോ അറിയാം എത്ര ഞാൻ പറയുന്നു. എന്റെ ഒരു റിക്വസ്റ്റ് ആണ്, എല്ലാ മഹല്ലുകളിലും കല്യാണത്തിന് മുമ്പ് പെൺകുട്ടിയുടെ വിവാഹമാണെങ്കിൽ ഒരു ടീച്ചറെ, ഒരു നല്ല ട്രെയിനറെ വെച്ചിട്ട് ആ പെണ്ണിന് ഇതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണം. അല്ലെങ്കിൽ വിവരമുള്ള ഏതെങ്കിലും ഒരു അധ്യാപികയെ കൊണ്ട് അവളെ ഒന്ന് ബോധവതിയാക്കണം. എന്തുകൊണ്ടാണ് ഈ രീതിയിൽ അവളുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കാൻ പാടില്ല. കല്യാണം കഴിക്കുന്ന ചെറുപ്പക്കാരന് കൃത്യമായിട്ട് ഇതിനെപ്പറ്റി ഒരു അവബോധം കൊടുക്കണം. അറ്റ്ലീസ്റ്റ് നിക്കാഹിന്റെ സീകയെങ്കിലും ഏതെങ്കിലും ചെറുപ്പക്കാരെ ഉസ്താദിനോട് ചോദിച്ചു പഠിച്ചിട്ടുണ്ടോ? കല്യാണം വിളിക്കാൻ പറയും, ഉസ്താദെ അങ്ങ് എത്തിയേക്കണം ഇൻഷാ അല്ലാഹ് എന്നൊക്കെ പറഞ്ഞിട്ട് കല്യാണം വിളിച്ചിട്ട് പോവും. ചെക്കന്റെ കൈ പിടിച്ചിട്ട് വാപ്പാന്റെ കൈയും പിടിച്ചിട്ട് 2 സാക്ഷികളുടെ സാന്നിധ്യത്തിൽ നിക്കാഹിന്റെ സീക പറയുമ്പോ മരിച്ചുപോയ വാപ്പായൊക്കെ ഓർത്ത് വിഷമിച്ചിരുന്നില്ലെങ്കിൽ ചിരിച്ചു മരിക്കും. എന്തായി പറയുന്ന ചെക്കന്മാര് വിളിച്ചു പറയുന്ന ചില വാക്കുകൾ കേൾക്കണം. ഒരിക്കലെങ്കിലും പള്ളിയിലെ ഇമാമിന്റെ അടുത്ത് വന്നിട്ട് നിങ്ങൾ അന്ന് എന്റെ കൈ പിടിച്ച് പറയുമ്പോ എന്താ പറയേണ്ടതെന്ന് എഴുതി തരുവോ, ഞാൻ ഒന്നും പഠിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ചെറുപ്പക്കാരും ഒന്ന് ചോദിക്കുവോ? ഇതൊന്നും ആവശ്യമില്ല, ഒന്നും ആവശ്യമില്ല. ആ ഒരു നിലയിൽ നമ്മളുടെ സമൂഹം അധപ്പതിച്ചു കൊണ്ടിരിക്കുകയാണ്. കുടുംബജീവിതം എത്രയോ കുടുംബങ്ങളിൽ ഹറാമിയത്താ നടക്കുന്നത്. ഭർത്താവ് മൊഴി ചൊല്ലിയ ഭാര്യയാണ്, തമാശക്കാണ്, കുടിച്ചുകൊണ്ടാണ്, പക്ഷെ അവർ ഇപ്പോഴും ഒരുമിച്ച് ജീവിക്കുന്നു. ഹറാമോട് ഹറാമ് ഗൗരവത്തിൽ തന്നെ കണ്ടോളി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. വസ്വാസ് വേണ്ട. ഇനി എങ്ങാനും അയാൾ എന്നെ എപ്പോഴെങ്കിലും അങ്ങനെ പറഞ്ഞു, അങ്ങനെ ഒന്ന് ആലോചിച്ച് തലമുണ്ടാക്കേണ്ടത് ശൈത്താന്റെ പണിയാണ്. നിങ്ങൾ അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കണ്ട. വരാതെ ഭർത്താവിനോട് ഈ വിവരം കൊടുത്തോളി. നല്ല സമയത്ത് തന്നെ കൊടുക്കണം. അല്ലാതെ ദേഷ്യപ്പെട്ടിരിക്കുമ്പോ പിന്നെ നിങ്ങൾ എന്റെ അടുത്ത് ഒന്ന് അപ്പോഴേ അയാൾ പറഞ്ഞിട്ട് പോകും. അതുകൊണ്ട് ഗൗരവത്തോടു കൂടി ഭർത്താവിനെ ഒരു പെണ്ണ് ബോധവാനാക്കി മാറ്റണം. അള്ളാഹുവിന്റെ ഖുർആൻ 4-മതായി പറഞ്ഞ കാര്യം ഇതാണ്. അങ്ങനെ നീ നിന്റെ പെണ്ണിനെ തിരിച്ചെടുക്കുമ്പോൾ 1 ത്വലാഖ് ചൊല്ലി 2 ത്വലാഖ് ചൊല്ലി റജഇയായ ഇദ്ദ എന്നാണ് അതിന് പറയുന്നത്. ആ മസലകളെ പറ്റിയിട്ടൊന്നും ഞാൻ വഅദിന്റെ സദസ്സിൽ പറയുന്നില്ല. അറിയേണ്ട കാര്യമാണ്, ചോദിച്ചു പഠിക്കണേ. റജഇയായ ഇദ്ദ ഇരിക്കുന്ന ഒരു പെണ്ണിനെ മടക്കിയെടുക്കുമ്പോ അവളുടെ പീരീഡിന് തീരുന്നതിന് മുമ്പ്, മടക്കിയെടുക്കുന്ന അവധിക്ക് മുമ്പ് തന്നെ മടക്കിയെടുക്കുമ്പോ സഹോദരങ്ങളെ ഖുർആൻ പറയുന്നു, ഫൈദാ ബലഗ്ന അജലഹുന്ന ഫംസികൂഹുന്ന ബിമഅറൂഫ് ഔ ഫാരിഖൂഹുന്ന ബിമഅറൂഫ്. ഒന്നുകിൽ നന്നായിട്ട് നീ അവളെ സന്തോഷത്തോടെ പറഞ്ഞു വിടണം അവളെ വീട്ടിലേക്ക്, അല്ലെങ്കിൽ നീ അവളെ തിരിച്ച് കൂട്ടിക്കൊണ്ടുവരണം. ഏതായിരുന്നാലും നിങ്ങളിലുള്ള 2 സാക്ഷികളെ നീതിമാന്മാരെ കൊണ്ട് സാക്ഷി നിർത്തണം. എന്നിട്ടോ അല്ലാഹുവിന് വേണ്ടി നിങ്ങൾ സാക്ഷി നിർത്തണം.
നിലനിർത്തണം, അത് നിലനിൽക്കണം. നിങ്ങൾ ആ സാക്ഷിയിൽ നിങ്ങൾ നിലനിൽക്കണമെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പുറത്തൂപ്പടെ ഒരു ചെക്കൻ ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, ഞാൻ നിന്നെ ഒഴിവാക്കി. 3 പീരീഡിന് മുമ്പ് അവളെ തിരിച്ച് മടക്കിയെടുത്തു. അപ്പൊ ഒരാളെ വിളിച്ചു, അളിയാ നീ ഒന്ന് വാ, സാക്ഷി നിൽക്കുവോ? അങ്ങനെ ആ കൂട്ടുകാരൻ വന്ന് സാക്ഷി നിന്നു. പിന്നീട് എന്തോ ഒരു പ്രശ്നം വന്നപ്പോ ആ ആളുകൾ പറഞ്ഞു, എടോ നീ ഒരിക്കൽ അവളെ ഒഴിവാക്കിയതല്ലേ, ഈ തീരുന്നതിന് മുമ്പ്, ഡേറ്റ് തീരുന്നതിന് മുമ്പ് മടക്കിയെടുത്തായിരുന്നോ? അതെ, മടക്കിയെടുത്തു. ആരാണ് സാക്ഷി നിന്നത്? അത് ഇന്ന ആളാണ്. അയാളോട് വന്നിട്ട് ചോദിച്ചു, നീ സാക്ഷി നിന്നത് ശരിയാണോ? ഇല്ലില്ല, ഞാനൊന്നും സാക്ഷി നിന്നിട്ടില്ല. എന്തോ ഇപ്പോഴൊരു പിണക്കത്തിന്റെ പേരിൽ പറഞ്ഞു സാക്ഷി നിന്നിട്ടില്ല. സഹോദരങ്ങളെ, പാടില്ല. അല്ലാഹ് പറഞ്ഞത് അഖീമു ശഹാദത ലില്ലാഹ്, നീ സാക്ഷി നിൽക്കുന്നത് അല്ലാഹുവിന് വേണ്ടിയാണ്. അല്ലാഹു ഒളിക്കണ്ണ് കൊണ്ടുള്ള നോട്ടം അറിയുന്നുണ്ട്. വാരിയെല്ല് കൊണ്ട് മൂടപ്പെട്ട ഹൃദയത്തിന്റെ ചലനഗതി വിഗതികൾ അല്ലാഹു അറിയുന്നുണ്ട്. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഖുർആൻ 4 സ്ഥലങ്ങളിൽ പറഞ്ഞു, നിങ്ങൾ നിലനിർത്തണേ, അതിൽ ഒന്ന് മറക്കല്ലേ, ദീനാണ്, അഖീമുദ്ദീൻ. രണ്ടാമത്തേത് അല്ലാഹ് പറഞ്ഞത് നിസ്കാരമാണ്, അഖീമുസ്സലാ. മൂന്നാമത് അല്ലാഹു പറഞ്ഞത് അളവിലും തൂക്കത്തിലും കുറവ് വരുത്താതിരിക്കണമെന്നാണ്, അഖീമുൽ വസ്ന. പിന്നീട് 4മത് അല്ലാഹ് പറഞ്ഞത് ഏതൊരു വിഷയത്തിന് നമ്മൾ സാക്ഷി നിന്നാലും ഒരിക്കലും കൂറുമാറാൻ പാടില്ല. അഖീമുശ് ശഹാദത ലില്ലാഹ്, സാക്ഷി നിൽക്കുന്നത് അല്ലാഹുവിന് വേണ്ടിയാകണം. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് തരുമെങ്കിൽ തിങ്കളാഴ്ച നമുക്ക് ഖുർആനിൽ അല്ലാഹു പറഞ്ഞ 5 ശത്രുക്കളെ നമുക്ക് പരിചയപ്പെടണം. രക്ഷാമാർഗങ്ങൾ നമുക്ക് ഇൻഷാ അല്ലാഹ് ഇവിടുന്ന് തന്നെ പറഞ്ഞ് പരസ്പരം വസിയത്ത് ചെയ്ത് ദുആ ചെയ്ത് പിരിയണം. അല്ലാഹു തൗഫീഖ് തരട്ടെ.